ബി.ജെ.പിക്കെതിരെ പൊട്ടിത്തെറിച്ച് ക്രിസ്ത്യൻ സഭകളെ അധിക്ഷേപിച്ച് സെൻകുമാർ സർ കേരള പോലീസിന്റെ DGP ആയിരുന്ന പ്രഗത്ഭനായ ഉദ്യോഗസ്ഥനാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹത്തിനോട് ആദരവോട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരു വിമർശനം സമർപ്പിക്കുന്നത്. വ്യക്തിപരമായി ഒന്ന് രണ്ട് പരിപാടികളിൽ വെച്ച് പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകളോട് ശക്തമായ യോജിപ്പാണ്, പക്ഷെ അദ്ദേഹത്തെ ആദരിക്കുന്ന വ്യക്തിയാണ്. സെൻകുമാർ സാർ പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് രക്ഷ BJP മാത്രമാണ് എന്നാണ്. ക്രിസ്ത്യാനികൾക്ക് രക്ഷ യേശു ക്രിസ്തുവാണെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. സെൻകുമാർ സാർ മനസ്സിലാക്കേണ്ടത് ലോകത്തിലെ ഏറ്റവും വലിയ സംഘടിത ശക്തിയാണ് ക്രിസ്ത്യൻ സഭകളെന്ന് പറയുന്നത്. അതായത് ഏകദേശം ലോകത്തിലെ 100-ലധികം രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന അമേരിക്കൻ പ്രസിഡന്റിനെ വെല്ലുവിളിക്കാൻ കഴിയുന്ന പോപ്പുള്ള വ്യത്യസ്ത ക്രിസ്ത്യൻ സഭകളുള്ള ആ ക്രിസ്ത്യാനികൾക്ക് BJP ആണ് രക്ഷ എന്ന് പറയുന്നത്, അതും കേരളത്തിൽ ഒരു സീറ്റ് പോലും ഇല്ലാത്ത BJP ആണ് ക്രിസ്ത്യാനികളെ രക്ഷിക്കുക എന്നൊക്കെ പറയുന്നത് അതിവർത്താനമാണ്, ക്രിസ്ത്യാനികളെ അവമാനിക്കുന്നത് പോലെയാണ്. എന്നാൽ അദ്ദേഹത്തിൻ്റെ നിലപാടൊന്ന് കേൾക്കാം. അദ്ദേഹം ഈ തീവ്ര ഹിന്ദുത്വ നിലപാടുകളിലേക്ക് പോകുന്നതാണ് പ്രശ്നം. തീവ്ര ഹിന്ദുത്വം വേണ്ട, നല്ല ഹിന്ദു സാമുദായിക പ്രവർത്തനം മതി. സെൻകുമാർ സാറിൻ്റെ സീനിയർ ആയിരുന്ന നമ്മുടെ DGP ശ്രീ സിബി മാത്യൂസ് കേരളത്തിലെ ആത്മഹത്യകളെക്കുറിച്ച് വലിയൊരു പഠനമുണ്ട്, അതൊന്ന് വായിച്ചാൽ മതി. ആ പഠനത്തിൽ കൃത്യമായി ഹിന്ദുക്കളുടെ പ്രശ്നം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ആത്മഹത്യകൾ, മദ്യപാനം അടക്കമുള്ള പ്രശ്നങ്ങൾ ഹിന്ദു സമൂഹത്തിലാണ് കൂടുതൽ. നമ്മുടെ ജനസംഖ്യ കുറയുന്നു, നമുക്ക് കുടുംബഛിദ്രങ്ങൾ കൂടുന്നു, ഇതൊക്കെയാണ് റിയൽ പ്രശ്നം. പക്ഷേ ക്രിസ്ത്യാനികൾ BJPക്ക് ഇത്തവണ വോട്ട് ചെയ്തില്ല എന്നുള്ളതാണ് സെൻകുമാർ സാറിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളിലൊന്ന്. അടിസ്ഥാന പ്രശ്നം വെച്ച് സെൻകുമാർ സാറിൻ്റെ പോസ്റ്റ് തന്നെ വായിക്കാം. പല മുഖ്യധാരാ മാധ്യമങ്ങളും വാർത്തകളായി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ രാജീവ് ചന്ദ്രശേഖർജി ക്രിസ്ത്യൻ നൺസിനെ തൊഴുതു നിൽക്കുന്ന ഒരു രംഗമാണ് കൊടുത്തിരിക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ നന്മയാണ് കേട്ടോ, ശ്രീ രാജീവ് ജിയുടെ നന്മയാണ്. അതായത് യാതൊരു കാര്യവുമില്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് പോയ കന്യാസ്ത്രീമാരെ ക്രിസ്ത്യൻ വിരോധം വെച്ച് നോർത്ത് ഇന്ത്യയിൽ പിടിച്ച് ജയിലിൽ 9 ദിവസം ഇട്ടിരിക്കുകയായിരുന്നു. 10-ാം ദിവസം എന്തോ ആണ് ഒരു മോചിതരായത്. അപ്പോൾ അതിന് അതിശക്തമായി തെറ്റ് തന്നെയാണ്, സംശയമൊന്നുമില്ല. എന്നിട്ട് സെൻകുമാർ സാറിൻ്റെ വാക്കുകൾ: കോർ ഹിന്ദുവിനെ വിട്ട് BJP ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി പോയപ്പോൾ ഞാൻ പറഞ്ഞതാണ്. ഛത്തീസ്ഗഡ് പ്രശ്നം വന്നപ്പോൾ ഞാൻ പോസ്റ്റ് ഇട്ടതാണ്. കേരളത്തെ പറ്റി ABCD അറിയാത്ത പ്രസിഡന്റും, അതായത് രാജീവ് ചന്ദ്രശേഖർജിയും മറുത്തു പറയാത്ത അനുചാര വൃന്ദവും ഇന്ന് കേരള BJPയെ എവിടെ എത്തിച്ചു? ഷോൺ ജോർജും ശ്രീ PC ജോർജും പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയാണ്. എന്ത് മെത്രന്മാർക്ക് വട്ടാണെന്നോ അവർ ഉളത്തിലോട് പറയുന്നതെന്ന്, ദീപിക വായിക്കുന്നത് വട്ടന്മാരാണെന്നോ, ദീപികയ്ക്ക് തന്തയില്ലാത്ത പണി ചെയ്തു എന്നോ, ഇതൊക്കെയാണോ ശരിയെന്ന് പറയണേ? ശരി, ഇവരെല്ലാം, അതായത് പ്രത്യേകിച്ച് PC ജോർജിയെയും ശ്രീ ഷോണിനെയൊക്കെ എനിക്ക് വലിയ ഇഷ്ടമുള്ള ആൾക്കാരാണ്. പക്ഷേ പ്രശ്നമേ അവരുടെ രാഷ്ട്രീയ നിലപാട് തെറ്റാണ്. അവർ ഈ തീവ്ര വലതുപക്ഷത്തിന് വേണ്ടി ബാറ്റ് ചെയ്യാണ്, അതിൻ്റെ ആവശ്യമില്ല. നല്ല രീതിയിൽ ഒരുമിച്ച് ക്രിസ്ത്യാനിയെ, ഹിന്ദുവിനെ, മുസ്ലിമിനെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ട്. അതാണ് പണ്ട് ലീഡർ K കരുണാകരൻ UDF എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കിയത്. നാളെ BJPക്ക് അധികാരത്തിൽ വരണമെങ്കിലും ആ പാത മാത്രമേ ഉള്ളൂ. ഇനി അടുത്തത് നമ്മുടെ സെൻകുമാർ സാറിൻ്റെ വാക്കുകളിലേക്ക്. വാസ്തവത്തിൽ ആർക്കാണ് എല്ലാ ആനുകൂല്യങ്ങളും എടുക്കുന്നതല്ലാതെ അതിന് തക്കതായ എന്തെങ്കിലും തിരിച്ചു ചെയ്യുന്നുണ്ടോ? അതായത് ക്രിസ്ത്യാനികൾ തിരിച്ചെന്തെങ്കിലും BJPക്ക് ചെയ്യുന്നുണ്ടോ? ഇത് തന്നെയാണ് മുമ്പ് PC ജോർജ് പറഞ്ഞത്, ക്രിസ്ത്യാനികളെ ചുമന്നുകൊണ്ട് നടക്കുകയാണ് BJP എന്നൊക്കെ. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ സഭകൾക്ക് കേൾക്കാൻ ഒരാവശ്യമില്ല. BJPയേക്കാൾ ശക്തരാണ് ക്രിസ്ത്യൻ സഭകൾ. കേരളത്തിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇന്ത്യയിലും ക്രിസ്ത്യൻ സഭകൾക്കുള്ള അത്രയും എന്താ പറയണേ, പല കാര്യങ്ങളിലുള്ള സ്ട്രെങ്ത് ബാക്കി സമുദായങ്ങൾക്കില്ല. അത് നമ്മൾ ഹിന്ദുക്കളടക്കം കണ്ടുപിടിക്കേണ്ട കാര്യമാണ്. ഇവരുടെ ഒന്നും സഹായമില്ലെങ്കിലും ഇന്ത്യ ഭരിക്കാൻ BJPക്ക് സാധിക്കുമെന്ന് കൂടി അവർക്ക് മനസ്സിലാകണം. അതായത് ക്രിസ്ത്യാനികളോട് ഇനി പ്രതികാരം ചോദിക്കണമെന്ന്. അവരുടെ ലാഭത്തിന് വേണ്ടിയാണ്, അതായത് ലോകം മുഴുവൻ ക്രിസ്ത്യാനികളുടെ ലാഭത്തിന് വേണ്ടിയാണ് നിങ്ങൾ ക്രിസ്ത്യൻ വോട്ട് മേടിക്കുന്നതെന്ന് പറയാൻ വല്ലാത്തൊരു ഇത് വേണം. അതായത് ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ കയ്യിൽ നിന്ന് അവരെ രക്ഷിക്കുന്നത് BJP മാത്രമാണെന്ന്. എന്തോന്നാണ് സാർ ഒരു DGP ആയിരുന്ന മനുഷ്യനല്ലേ? കേരള പോലീസിൻ്റെ തലപ്പത്ത് DGP ആയിരുന്നൊരു മനുഷ്യനല്ലേ? ലോകത്തെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഏകദേശം 15 രാജ്യങ്ങളിലെ എൻ്റെ സാന്നിധ്യമേ ഉള്ളൂ. ഒരു 3-4 രാജ്യങ്ങളിലെ ഈ തീവ്രവാദ പ്രവർത്തനം, ISISൻ്റെ തീവ്രവാദ പ്രവർത്തനം ഉള്ളൂ. അതായത് ഈ 15 മുതൽ 18 രാജ്യങ്ങളെക്കാൾ കൂടുതൽ 50-57 മുസ്ലിം രാജ്യങ്ങൾ തന്നെയുണ്ട്. അപ്പം BJP ആണ് ഇവരെയെല്ലാം രക്ഷിക്കുന്നതെന്ന് പറയാൻ വല്ലാത്തൊരു തൊലിക്കട്ടി സാറിന് വേണം എന്ന് മാത്രമേ പറയാനുള്ളൂ. അദ്ദേഹത്തിനോട് ആദരവോടുകൂടി തന്നെയാണ് പറയുന്നത്. അവരെ രക്ഷിക്കുന്ന BJP ആണ്. നമുക്ക് അങ്ങനെ BJPയുടെ രക്ഷ ക്രിസ്ത്യാനികൾക്ക് വേണ്ട. ക്രിസ്ത്യൻ സമൂഹം ഇന്ത്യയിലെ, കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സമൂഹങ്ങളിലൊന്ന്, നമുക്കടക്കം ഗുണം ചെയ്യുന്ന, ഇങ്ങോട്ട് നമ്മളാണ് ഗുണം മേടിക്കുന്നത്, വിദ്യാഭ്യാസം, ആരോഗ്യം, ആതുര ശുശ്രൂഷ അടക്കമുള്ള രംഗങ്ങളിൽ. അങ്ങനെ ക്രിസ്ത്യൻ സമൂഹത്തെ കൊച്ചാക്കുകയും താഴ്ത്തുകയും വേണ്ട. അതുകൂടി മനസ്സിലാക്കാൻ, അവരെ രക്ഷിക്കുന്നത് BJP മാത്രമാണ്, അതുകൂടെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയണമായിരുന്നു.
ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന എല്ലാ സീറ്റുകളും അവരുടെ യാതൊരു സഹായവും ഇല്ലാതെയാണെന്ന് മനസ്സിലാക്കാനൊരു സാമ്യാന്യ ബുദ്ധി എല്ലാവരും കാണിച്ചതല്ല. അതായത് ക്രിസ്ത്യാനികൾ യഥാർത്ഥത്തിൽ ഇവർക്ക് വോട്ട് ചെയ്യില്ല, അതാണ് പുള്ളിയെ ചൊടിപ്പിച്ചത്. അത് സത്യമാണ്, അത് സെൻകുമാർ സാർ പറയാൻ സത്യമാണ്. ക്രിസ്ത്യൻ സമൂഹം ആഞ്ഞു നിന്ന്, ക്രിസ്ത്യൻ പള്ളിയിലച്ചന്മാരും ക്രിസ്ത്യൻ വിശ്വാസികളും ആഞ്ഞു നിന്ന് UDF സപ്പോർട്ട് ചെയ്തു എന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ BJP മാത്രമാണ് ക്രിസ്ത്യാനികളെ രക്ഷിക്കുന്നതെന്നൊക്കെ പറയുന്നതേ ഭയങ്കര സാറിനെ പോലൊരാൾക്ക് ചേർന്നതല്ല, ഒരു DGP ആയിരുന്ന വ്യക്തിക്ക് ചേർന്നൊന്നും അല്ല എന്ന് സാറ് മനസ്സിലാക്കണം. അങ്ങനെ ആരുടെയും ഔദാര്യത്തിലല്ല ക്രിസ്ത്യാനികൾ കഴിയുന്നത്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും ശക്തവും മഹത്തരവുമായ ഭാഗമാണ് നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം. അവരെ അധിക്ഷേപിക്കുന്നത് നിർത്തണം. ഈ അഹങ്കാരമാണ് തീവ്ര ഹിന്ദുത്വവാദികൾ ആദ്യം നിർത്തേണ്ടത്. ഈ അഹങ്കാരം കൊണ്ട് ഒരു ഗുണവുമില്ല. ഒന്ന്, ഇവരുടെ തലയിലൂടെയാണ് ലോകം ഓടുന്നതെന്ന് വിചാരിക്കരുത്. രണ്ട്, അഹങ്കാരമല്ല, സ്നേഹത്തിലൂടെയാണ് നമ്മൾ എല്ലാവരെയും ഒന്നിപ്പിക്കേണ്ടത്, ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയെയും മുസ്ലിമിനെയും. അതാണ് മഹാത്മാഗാന്ധിയുടെ മാർഗ്ഗം.